അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാന്റെ 10 ഒരു ഭാഗത്തിൽ ഇരിയോ ഒരു ഭാഗത്തിൽ മൂന്നാമത്തെ ഭാഗത്ത് കടന്നു പോയിട്ടുള്ള ഈ മൂന്നാമത്തെ ഭാഗത്തായ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 ചൊല്ല് വിശേഷിക്കപ്പെട്ട ഒരു ദിവസങ്ങളായിട്ടേക്കിട് ഈ അവസാനത്തെ 10. ബഹുമാനപ്പെട്ട ആയിഷ ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ്. ആയിഷ ഉമർ റളിയല്ലാഹു തആല ചൊല്ല്, പിന്നെ അവസാനത്തെ റമദാന്റെ അവസാനത്തെ ദിവസങ്ങളിൽ 4 വന്നെങ്കിൽ കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശറ സദ്ദ മിഅ്സറഹു, പിന്നെ റമദാൻ മാസത്തെ അവസാനത്തെ 10 ബന്ധ ചൊന്നെങ്കിൽ പ്രവേശിച്ചിട്ട് കണ്ടെങ്കിൽ നബി കച്ചക്കെട്ടി ഉറങ്ങോടും. കച്ചക്കെട്ടി ഉറങ്ങോടുള്ള ഉദ്ദേശം ഒരു എംപവറിൽ, ഒരു ഉഷാറായിട്ട്, ഒരു ഉന്മേഷ, ഒരു ഉത്സാഹഭരിതായിട്ട് നബി പിന്നെ ഇറങ്ങിട്ടിക്കട്. മാത്രല്ല വഅഹ്യ ലൈലഹു, രാത്രിയുടെ എല്ലാ ഹയാത്താക്കോസ്കര ശ്രമ ആ റമദാന്റെ ഇരിയവൾ പിന്നെ അവസാനത്തെ ലാസ്റ്റ് 10 ഒരുങ്ങിയിട്ട്. മാത്രമല്ല വഅയ്കള അഹ്ലഹു, നബിയുടെ കുടുംബത്തെ, പെഞ്ഞായിമാരുടെ മക്കളെല്ലാം ഇനി പാട്ടിട്ട് ഒരു ശബ്ദ മിഅ്സർ, കച്ചക്കെട്ട് ഉറങ്ങില്ല. ഇപ്പൊ ഞങ്ങൾ ഏതൊരു കാര്യക്രമത്തിൽ ഒരു നല്ല കച്ചക്കെട്ട് റെഡിയായിട്ട് ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ കൂടി ഇറങ്ങില്ലേ, ആ ഒരു ഇറക്കായിരിക്കട്. പിന്നെ ആയിഷ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചൊന്നത്. അപ്പൊ ഞങ്ങളെ അവസാനത്തെ ആ നബിയുടെ ഉമ്മത്തികളായ ഞങ്ങൾ ഫോളോ ആക്കേണ്ടത് ഈ അവസാനത്തെ ഇപ്പൊ ലാസ്റ്റുകളിലെ 10 പിന്നെ ദിനരാത്രങ്ങളായിട്ടേക്കിട്. നല്ല ഒരുപാട് ബെനിഫിറ്റ് ഉള്ളേ ഒരു ദിവസം അതിനായിട്ടേക്കിട്. ഫീഹി ലൈലത്തുൽ ഖദർ, ഉൻസില ഫീ ലൈലത്തുൽ ഖദർ, അതിനായിട്ടേക്കിട് ലൈലത്തുൽ ഖദർ ഉള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ ചൊന്ന പോലെ വിശുദ്ധ റമദാന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കൊള്ളണോ ചൊന്നു വിശുദ്ധ മണികളെ. അപ്പൊ ഞങ്ങളെ വിഷയം ഇവിടെ അവസാനത്തെ 10 ഏത്തിക്കാഫ് തെക്കണു. ആണുങ്ങളും തെക്കണം, പെണ്ണുങ്ങളും തെക്കണം. ഏത്തിക്കാഫ് ചെന്നെങ്കിൽ അള്ളാന്റെ പള്ളിയിൽ, വഖഫാക്കപ്പെട്ട പള്ളിയിൽ ആയിട്ടായിട്ടിക്കട് പിന്നെ ഏത്തിക്കാഫ് തെക്കേണ്ടത്. അതായത് ലാ യകൂനൽ ഏത്തിക്കാഫ ഇല്ലാ ഫിൽ മസാജിദ്, അതായത് മസ്ജിദുകൾ പള്ളിയിലല്ലാണ്ട് ഏത്തിക്കാഫ് തെക്കുക. പള്ളി ചെന്നെങ്കിൽ എന്തിന് അള്ളാന്റെ വഖഫാക്കിയതായ ഒരു ഭൂമിയായിട്ടിക്കട് പള്ളി. അതൊരു ഗ്രാമത്തിൽ, ഒരു കുർഗ്രാമത്തിൽ ഒരു മദ്രസ ഉണ്ട്. ആ മദ്രസ വഖഫാക്കിയത് പണ്ടത്തെ മഹാന്മാർ അല്ലെങ്കിൽ പണ്ടത്തെ ആ പള്ളി കെട്ടിയ, ആ മദ്രസ കെട്ടിയ വഖഫാക്കിയിടാൻ. അത് ആ ഭൂമി മുഖദ്ദസായ ഭൂമിയായിട്ടിക്കത്, മുഹ്തറം റെസ്പെക്റ്റീവ് ഭൂമിയായിട്ടിക്കത്, അള്ളാന്റെ ഭൂമി. അതായത് വഖഫാക്കിയ ഭൂമി അത് അള്ളാഹായിട്ടിക്കത്. അവിടെ പോയിട്ട് നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല, അല്ലെങ്കിൽ ഇത്ര ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ ഏത് പള്ളിക്ക് പോയിട്ട് ആയെങ്കിലും ഇഅ്തികാഫ് ലാ യകൂന ഇഅ്തികാഫ ഇല്ലാ ഫിൽ മസാജിദ്, പള്ളിയിലല്ലാണ്ട് ഇഅ്തികാഫ് തെക്കുവാവില്ല, അവത്തുള്ള ഇഅ്തികാഫ് തെക്കുവാവില്ല. അപ്പൊ പള്ളിയിലെ ഇഅ്തികാഫ് തെക്കണം. മാത്രല്ല ഇഅ്തികാഫ് അത് എന്തുകൊണ്ടിട്ട് അങ്ങനെ ചൊല്ലേ, വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, സൂറത്തുൽ ബഖറത്തിൽ ചൊല്ലണെങ്കിൽ ഒരു വേഴ്സായിട്ടിക്കട് വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. വിശുദ്ധ ഖുർആനില് പിന്നെ ഊന്നൽ നൽകിട്ട്, സപ്പോർട്ട് നൽകിട്ട് ഇഅ്തികാഫ് ചൊല്ലത്. ഒരു ഹദീസ് ചൊന്നതിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 പ്രത്യേകമായിട്ട്, അതായത് ഒരു ഹദീസ് ചൊല്ല്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശറുൽ അവാഖിർ മിൻ റമളാന ഹത്താ തവഫാ അല്ലാഹു തആല. അവസാനത്തെ 10 റമളാന്റെ അവസാനത്തെ 10 ബന്ധ ചൊന്നെങ്കിൽ നബി പിന്നെ ഇഅ്തികാഫ് തെച്ചുകൊണ്ടിരുന്നത് എവിടത്തോളം, ഹത്താ തവഫാ അല്ലാഹു തആല, നബി മരിക്കുന്നോടത്തോളം ഇഅ്തികാഫ് തെച്ചുകൊണ്ടിരുന്നത്. മരിക്കുന്ന കാലത്തോളം റമളാൻ ഏതൊരു പിന്നെ റമളാൻ ഉണ്ടാ, ആ റമളാനുകളിൽ നബി ഇഅ്തികാഫ് തെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഹദീസ് ചൊല്ലു, മരിക്കുന്നണ്ടത്തെ ആ വർഷത്തില് 20 യൗമൻ 20 നാൾ ഇഅ്തികാഫ് തെച്ചിട്ട് ചൊന്നു വിശുദ്ധ മുഅ്മിനീങ്ങൾ. ഇത് വളരെ പുണ്യമുള്ള ഒരു കാര്യമായിട്ടിക്കട്ടെ ഇഅ്തികാഫ്. ഞങ്ങൾ ഈ റമളാനില്, അതായത് ഖൈറുൽ അഅമാലി ഫി റമളാൻ, റമളാനില് ഖൈറായിട്ടുള്ള ഒരുപാട് അമലുകൾ ചെയ്യേണ്ട ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുന്ന വിഷയത്തിൽ ഭാരി ഗാംഭീര്യത്തെ കാട്ടിയിട്ടുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ സമുദായം റമളാന്റെ അവസാനത്തെ 10 ഡ്രസ്സ് എടുക്കുന്ന 10 ആയിട്ട് മാറിയിട്ട് ചൊല്ലണക്ക് ഒരു സംശയം കൂടെ ഉദിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും മക്കളും എല്ലാം ബസാറിൽ തിങ്ങി നിറഞ്ഞിട്ടുള്ള ടെക്സ്റ്റൈൽസിൽ ഓഫർ, ഡിസ്കൗണ്ടും ഇങ്ങനെയുള്ള അള്ളാഹു ഡിസ്കൗണ്ട് ആക്കി ഈ റമളാൻ മാസത്തിൽ ഇബാദത്ത് എടുക്കാൻ്റെ
അതായത് പിന്നെ ഖൈറുൽ അമാലി ഫി റമളാൻ, റമളാനിൽ അമൽ വെച്ചിട്ട് ഖൈറായ അമലുകളാക്കേണ്ട ദിവസങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ ഡ്രസ്സിಗೆ മീಸಲಾക്കിയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഡ്രസ്സ് ഇടൽ പെരുന്നാളുണ്ട് സുന്നത്ത് മാത്രമേ ഉള്ളൂ. റമളാനിൽ ഒരു സുന്നത്ത് എടുത്തെങ്കിൽ ഒരു ഫർളെടുത്ത കൂലിയും, ഒരു ഫർളെടുത്തെങ്കിൽ 70 ഫർളെടുത്ത കൂലി കിട്ടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ. അപ്പൊ മിസ്സാക്കാണ്ട് അപ്പൊ ഡ്രസ്സ് എടുക്കേണ്ടിട്ട് കംപ്ലീറ്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് ആക്ഷേപിക്കിടല്ല. പോണഞ്ചിಗೆ മുന്നല്ല, റമളാനിಗೆ മുന്നല്ല. റമളാൻ ಬಂದೇ ಶವ್ವಾಲ್ ಒಂದು പെരുന്നാളിട്ട് എല്ലാവർക്കും ಗೊತ್ತುള്ള വിഷയം തന്നെ. അപ്പൊ റമളാനിಗೆ മുന്നേ ഡ്രസ്സ് എടുത്തിട്ട് ಒಂದು പ്രിപ്പയർ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കണം പരിശുദ്ധ പണികളിൽ. അപ്പൊ ഇത് സംഭവിച്ചത് പോയിട്ട് ഇന്ന് മേലെങ്കിലും അള്ളാന്റെ ദീന് ആ റമളാനിൽ ഖൈർ അമാൽ ഫി റമളാൻ, അതായത് ഖൈർ റമളാൻ ചൊന്ന ഉദാഹരണക്ക് പിന്നെ റമളാനിൽ നേരത്തെ ചൊന്ന പോലെ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ. റമളാനിൽ ഈമാനും ഇഹ്തിസാബിലും ഓർത്ത നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ. അത് നോമ്പിനെ കുറിച്ചിട്ട്. ഇന്ന് ഖിയാമുൽ ലൈലിനെ കുറിച്ചിട്ട് ഹദീസ് ചൊല്ലുന്നു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ. മൻ ഖാമ റമളാൻ ചൊന്നെങ്കിൽ അല്ലെങ്കിൽ റമളാനും ഖിയാമുൽ ലൈൽ നിന്നെ നിശ്ചയിച്ചെങ്കിൽ രാത്രി മുഴുവൻ ഹയാത്താക്കിയെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ. ഇത് റമളാനിൽ അതാണ് ഖൈറുൽ അമാൽ ഫി റമളാൻ. സദഖത്ത് റമളാൻ, അതായത് അഫ്ളൽ സദഖത്ത് റമളാൻ. റമളാനിൽ 1 രൂപ കൊടുക്കുന്നു, മറ്റുള്ള മാസങ്ങളിൽ 70 രൂപ കൊടുക്കും. റമളാനിൽ 70 രൂപ കൊടുക്കുന്നു, 1 രൂപ കൊടുക്കുന്നത് പോലെ തന്നെയാണ് പറഞ്ഞിട്ടില്ലേ. അഫ്ളൽ സദഖത്ത് റമളാൻ, അതാണ് ഖൈറുൽ അമാൽ. മാത്രമല്ല സിലത്തുർ റഹ്ം, ആരെങ്കിലും റിസ്ക് വിശാലമാവുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ, വിശുദ്ധ ഹദീസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു നല്ലതായ പ്രവർത്തനങ്ങളാക്കേണ്ട ദിവസത്തിൽ ഞങ്ങൾ ടെക്സ്റ്റൈൽസ് ഡ്രസ്സുകൾ മീಸಲಾക്കിയിട്ടുണ്ടെങ്കിൽ അത് ലിദ്ദുൽ ഇഹ്തിറാം, റെസ്പെക്റ്റ് വിരുദ്ധമായി പോകോണ്ടു ഈ സന്ദർഭത്തിൽ ചൊല്ലുക വിചാരിച്ചിട്ടുള്ള എൻ്റെ സമുദായത്തെ ഉമ്മമാരോട്, സഹോദരിമാരോട്. മാത്രമല്ല പിന്നെ ഖുർആൻ ഓതി പഠിക്കത്തതായ അമലുകൾ വിശുദ്ധ റമളാനിൽ കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഖ്തിമുൽ ഖുർആന കുല്ല യൗമിൻ മർറ. ഇസ്ലാം 4ാമത്തെ ഖലീഫ സിന്നൂറൈൻ നബിയുടെ 2 പെണ്ണുമക്കളെ മംഗളായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ചൊല്ലുന്നു. പിന്നെ റമളാനിൽ കാന യഖ്തിമു കുല്ല യൗമിൻ പിന്നെ മർറത്തുൻ, ഒരു പ്രാവശ്യം ഖതമാക്കിയിട്ട് ഖുർആൻ ഖതമാക്കിയിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. സഹാബത്ത് ഖുർആനിಗೆ സപ്പോർട്ട് ആക്കിയിരുന്നു വിശുദ്ധ റമളാനിൽ. ഓരോരോ ഹർഫ് അത് നേരത്തെ ഉള്ള ഞങ്ങൾ വീഡിയോ ചെന്നൊരു 10 ഹസനത്ത് കിട്ടാൻ ഇതായ നല്ലതായ ദിനരാത്രങ്ങൾ. വകാന ബഅദു സലഫിങ്ങളിൽ നിന്ന്, സലഫ് പറഞ്ഞാൽ മുൻകഴിഞ്ഞ ആൾക്കാർ, സലഫ് സ്വാലിഹ്യങ്ങളിൽ നിന്ന് ബഅദ അൽമാർ യഖ്തിമു ഫീ ഖിയാം റമളാന ഫീ കുല്ലി 3 ലയാലി, എല്ലാ 3 ജാവുകൾക്ക് ഖുർആൻ ഖതമാക്കിക്കൊണ്ടിരുന്നാറ്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ റമളാനിൽ 1 ഖതം ഓതിയമ്മ, 2 ഖതം ഓതിയമ്മ, 3 ഖതം ഓതിയമ്മ, ഒരു ആത്മാവലോകനാക്കൊണ്ട് ഞങ്ങൾക്ക് മുഅ്മിനീകളെ. അങ്ങനെയുള്ള തബഅത്താബികള്, അങ്ങനെയുള്ള സ്വാലിഹ്യങ്ങൾ പിൻപറ്റി വരുന്നതായ ഞങ്ങൾ ഇത്രയും അധപതിക്ക് കാരണം ഞങ്ങളെ ആധ്യാത്മിക ചിന്തന ആധുനിക ലോകത്തോട് ലീനമായിട്ട് ആധ്യാത്മിക ചിന്തന ഇല്ല ചൊല്ലു, ഒരു ബേജാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഖൈറുൽ അമാൽ ചെയ്യേണ്ട ദിവസങ്ങളിൽ ഞങ്ങൾ അഹിതകര ಘಟನೆಗೆ വിധേയമാവാണ്ട് അല്ലാഹ് ഇബാദത്ത് എടുക്കുക. ഞങ്ങളെ ഭർത്താക്കന്മാർ, ഞങ്ങളെ മാപ്പിള, ഞങ്ങളെ ഹസ്ബൻഡ് പള്ളിಗೆ ಕರ್ತೋನು, ಏತಿಕಾಫ್ ಪಲ್ಟೋನು, ഞങ്ങളെ മക്കൾ പള്ളിಗೆ ಕರ್ತೋನು, ഞങ്ങളെ ബാപ്പയുടെ പള്ളിಗೆ ಕರ್ತೋನು. കാരണം ഞങ്ങളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഏത്തികാഫ് തെച്ചിട്ടുണ്ട് ഹദീസ് ഉള്ളത് കൊണ്ടായിരിക്കും വിശുദ്ധ മുഅ്മിനീകളെ. അപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ഉമർ റളിയല്ലാഹു തആല മറ്റൊരു ഹദീസ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅതഖിഫ സല്ലൽ ഫജ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത്തികാഫ് ഉദ്ദേശിക്കുന്ന സമയത്തിൽ സുബഹി നിസ്കരിക്ക് പോയിട്ട് സല്ലൽ ഫജ്ർ സുമ്മ ദഖല മുഅതഖിഫ, പിന്നെ ഏത്തികാഫായിട്ട് പ്രവേശിച്ചിട്ട് ಅದರ ಸಮಯ وينتهي مدة الاعتكاف 10 رمضان بغروب الشمس آخر من, അതായത് റമളാന്റെ അവസാനത്തെ 10 ലാസ്റ്റ് ജാവത്തോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത്തികാഫ് വെച്ചിട്ടുണ്ട്. ആയിഷ ഉമ്മ റിപ്പോർട്ടാക്കിയ ഹദീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിരിച്ചപ്പെട്ട മുഅ്മിനീകളെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളുടെ സമുദായത്തെ, ഞങ്ങളുടെ ബാപ്പടെ, ഞങ്ങളുടെ കുടുംബാദികളെ ഏത്തികാഫിന് വേണ്ടി പ്രേരണ ആക്കണം. അപ്പൊ ഏത്തികാഫ് കൊണ്ടുള്ള ഉദ്ദേശം എന്ത്? അവിടെ ഹസനത്ത്,
ذكر تسبيح تهليل قرآن صلاة التسبيح صلاة التهجد തഹജ്ജുദ് നിസ്കാര തസ്ബീഹ് നിസ്കാര നല്ല നല്ല ഗുണങ്ങൾ നല്ല ഗുണനടത്തുകൾ വെറും ഏത്തിക്കാപ്പടെ നിയത്ത് വെച്ച് ദെച്ചെങ്കും അവിടെ കൂലി കിട്ടേ. ಇನ್ನೊಂದು ಪಕ್ಷ ಹೊರಕ್ಕೆ ಬಂತು ಹೊರಗಡೆ ಮನುಷ್ಯ ಮಾರಲ್ಲೇ ಹೊರಕ್ಕೆ ಬಂತು ಹೊರಗೆಂಗೂ ಕೂಲಿ ಏತಿಕಾಪಡೆ ನಿಯತ್ತು വെച്ചിട്ട് ಹೊರತು ಹೊರಗೆ ಅದಕ್ಕೂ ಕೂಲಿ. ഇങ്ങനെ ഉള്ള ശ്രേഷ്ഠത്തിന് ഊന്നൽ കൊടുക്കണോ ഇഷ്ടപ്പെട്ട മുഅ്മിനുകളെ? അതായിട്ട് മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള മസ്റ. ഈ റമദാനിൽ ഇങ്ങനെയുള്ള ഓഫറുകൾ ഒരു പക്ഷേ അതില് റമദാനിലെ ലൈലത്തുൽ ഖദ്ർ അത് വിഷയം വേറെ. ഇൻഷാ അല്ലാഹ് അത് നെക്സ്റ്റ് വിഷയമാക്കട്ടെ. വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് ലൈലത്തുൽ ഖദ്ർ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ അതായിട്ട് മുഅ്മിനുകളെ. അപ്പൊ ഈ ഏത്തിക്കാഫിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പുണ്യമുള്ള കാര്യം. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായിട്ടുള്ള മാസമായിട്ട് മുഅ്മിനുകളെ. അതുകൊണ്ടിട്ടു ഞങ്ങളെ മക്കളും ഞങ്ങളെ കുടുംബത്തും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ നബിയുടെ ഭാര്യമാരെ ഏത്തിക്കാഫ് വെച്ചിട്ടുള്ള ഹദീസ് പോലും മുഅ്മിനുകളെ. അതുകൊണ്ട് ഏത്തിക്കാഫിനേക്കാൾ ഞങ്ങൾക്കൊരു സുന്നത്തുൽ മുഅക്കദായ കാര്യമായിട്ട് മാത്രമല്ല തഹറ ലൈലത്തുൽ ഖദ്ർ അൽ ഇക്സാറു മിനൽ ദിക്ർ വദ്ദുആഇ വൽ ഇസ്തിഗ്ഫാർ. ലൈലത്തുൽ ഖദ്ർ ಮತ್ತೆ ഏത്തിക്കാഫിന്റെ ജാവ് നടത്തപ്പെട്ട് പള്ളിയിൽ വെച്ചേക്കണമെങ്കിൽ അവിടെ അവനക്ക് സഹരി കിട്ടു സുബൈ ജനിച്ചിട്ടാകുമ്പോ അത്തായ സമയം കിട്ടു. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ സഹായ സമയത്തിൽ അവൻ ഇസ്തിഗ്ഫാർ ആക്കണ പഠിച്ചൊരൊട്ടിക്ക് ഒരു അസ്തഗ്ഫിറുള്ള ചൊന്നെങ്കിൽ 70ഉം 700ഉം കിട്ടണക്കത്തെ കൂലി എന്തിനു നഷ്ടപ്പെടുത്തുക പിടിച്ചത്ത മുഅ്മിനുകളെ. അപ്പൊ ഏത്തിക്കാഫ് ഞങ്ങൾ ഈ ഒരു സബ്ജക്ട് ഇന്നത്തെ സബ്ജക്ട് ഏത്തിക്കാഫ് ഇരിക്കുന്നത് പള്ളിയിൽ അനാവശ്യ സംസാരിക്കത്തില്ല. തർഫഉ സൗതക്കും ഫൗക സൗത്തിൻ നബി. ഞങ്ങളെ അമൽ ബാത്തിലാവണമെങ്കിൽ നബിയുടെ പലക്കത്തെക്കാൾ ഉള്ള ഉയർച്ച ഉള്ള പലക്ക ഉണ്ടാവാൻ പാടില്ല. അതായത് മുഫസ്സിരിങ്ങൾ ചൊല്ലത് തഫ്സീർ വിശുദ്ധ പള്ളിയിൽ വെച്ചിട്ട് പ്രത്യേകമായിട്ട് ദുനിയാവിടെ സംസാരം കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കണം. എത്ര തീരത്ര ഒഴിവാക്കാൻ നോക്കണം. ഇത് നല്ലൊരു മെസ്സേജ് ആയിട്ട് എൻ്റെ പരിസരത്ത് ബാലക്കാരനാണ്. ಬಾಲಕಾರು ದೋಷ ಹಾಕಿದ್ರು ಬಾಲಕಾರು ಮಕ್ಕ ಬೆಲ್ಲ ಬೇಸಮಾರು ಕೆಲವು ಮಾರು ಕೆಲ್ತಿ ಮಾರಿಟ್ಟಿಲ್ಲ ಎಲ್ಲರೂ ದೋಷ ಹಾಕಿടാറ്. ബാലക്കാർ വിശിഷ്യ ഞങ്ങൾ ദോഷത്തിൽ മുങ്ങിക്കടിക്കും ഒത്തുകു ഇനി പണ്ട് ഈ നല്ല നല്ലതായ ദിനരാത്രികൾ 21 മുതൽ നാളെ രാത്രി മുതൽ നാളെ ജാവ് മുതലായിട്ടിക്കിട് അല്ലെങ്കിൽ ഇന്ന് ജാവ് മുതലായിട്ടിക്കിട് ನಾವು മനസ്സിലാക്കുന്നത് ലൈലത്തുൽ ഖദർ ജാവ് കിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവസാനത്തെ നബി പറഞ്ഞ അവസാനത്തെ ജാവ് കിട്ടുകൊണ്ടിത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിശദീകരിക്കട് മറ്റേ തഹജ്ജുദ് അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ വിഷയം ഇൻഷാ അല്ലാഹ്. അതൊക്കെ പ്രത്യക്ഷമായിട്ട് ഞങ്ങൾ കാത്തിരിപ്പുണ്ടാവണം. അത് പഠിക്കണം. പഠിച്ചാൽ ടാലി ആക്കിയിട്ട് ഏത് പഠിപ്പ് ഉന്നതമായിട്ട് ഏത് ഞങ്ങൾ എവിടെ ഇൽമു ചൊല്ലിയ ഭൂമി കിട്ടണക്കേത്ത മുത്തു അതിനെ ഞങ്ങൾ എടുത്തിട്ട് ജീവിതത്തിൽ അളവടിച്ചോണം. ആരെങ്കിലും ഒരു മനുഷ്യൻ ഇൽമു കൊണ്ട് അവനക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് ദീനിൽ നല്ല കർമ്മശാസ്ത്ര വലിയ ആലിമാക്കിടാണ്ട് ഹദീസ് കൊണ്ട് പിരിച്ചെത്ത മുഅ്മിനുകളെ. അപ്പൊ ആ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തിട്ട് മാത്രം ചെന്നിട്ടു ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞങ്ങൾ ഏത്തിക്കാഫ് റെഡിയാവണം. സദ്ദ മിഅ്സരി അള്ളാന്റെ പ്രവാചകർ ഉത്സാഹത്തോടെ കച്ചക്കെട്ടി ഇറങ്ങിയ ആ ദിവസത്തിൽ ഞങ്ങൾ റെഡിയാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.